പോലെ പൂത്തിരി പോലെ പുഞ്ചിരിപ്പൂക്കളുമായി പൈങ്കിളി കിളി പാടിവ ഒരു ഗാനം പാടിവ പൂപോലെ പൂത്തിരി പോലെ പുഞ്ചിരിപ്പൂക്കളുമായി നീലാകാശക്കുടക്കീഴിൽ നീലക്കടലീരെ ഒന്നാകാം ചുണ്ടിൽ പവിയ ചുണ്ടുരു നാം പുണരാം ചുണ്ടിൽ പവിഴ ചുണ്ടുരും ഈ കുളിരിൽ ചിറകുകൾ ചേർത്തു നാം പുണരാം മനസ്സിൽ പൂമഴ പെയ്യും രാഗലയത്തിൽ താളമായ അലിഞ്ഞു ചേരാം ഇന്നലെ കളക്ടർ വിളിച്ചിരുന്നു. ഞാൻ ക്ലബിൽ വെച്ച് കണ്ടു. അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നാളെ എന്നെ ഒന്ന് കാണാൻ പറയണം. ശരി സാർ. സോഫി മോൾ എവിടെ? ക്രിസ്മസ് ലീവിന് മനു വന്നിരിക്കല്ലേ. ഇനി നമ്മൾ എവിടെ കാണുമെന്ന് പറയണോ? സോഫി മോളെ കുറ്റം പറയണ്ട. ഒരു കാലത്ത് നമ്മളും അങ്ങനെ ആയില്ലല്ലോ. നേരത്തെ എത്തിയോ? വന്നിട്ട് ഒരുപാട് നേരമായോ? അങ്കിൾ എന്നും ബീച്ചിൽ വരാറുണ്ടോ? പപ്പയ്ക്ക് കടല് വലിയ ഇഷ്ടമാണോ? തനിച്ചിരുന്ന് ഈ കടലിന്റെ സംഗീതം കേട്ട് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുക ഒരു രസമാണ്. ഇറ്റ് ഈസ് മൈ ഹോബി. അങ്കിളിന്റെ ഈ നേച്ചർ അനുകരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒപ്പം എനിക്ക് വരാല്ലോ മനു. മനുവിനെ കിട്ടിയപ്പോഴേ സോഫി മോള്
മമ്മിയും പപ്പയും മറന്നല്ലേ? ഒന്ന് പോ പപ്പ. ശരി, വേഗം പോയിക്കോളൂ. വീട്ടിലേക്ക് തന്നെ പോണം. എന്താ മനു? ഓക്കെ അങ്കിൾ. ആ, വരട്ടെ പപ്പ. ബൈ. പപ്പ പറഞ്ഞു കേട്ടില്ല, വീട്ടിലേക്ക് തന്നെ പോണം. ഡോണ്ട് വറി മിസ്റ്റർ മേനോൻ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മനു, നിന്റെ പഠിപ്പൊക്കെ ഒന്ന് വേഗം തീർക്കണം. എന്നിട്ട് വേണം സോഫി മോളെ നിന്നെ ഏൽപ്പിക്കാൻ. ഇല്ലേ റോസ്മേരി? അതെ അതെ. ആ, മോള് പോയി കിടന്നോ, നേരെ ഒരുപാടായി. ഓക്കെ പപ്പ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. രണ്ടുപേരുടെയും മനസ്സിലിപ്പോ പള്ളിപ്പെരുന്നാളിന്റെ ബാൻഡ് മേളമായിരിക്കും. നല്ല പൊരുത്തം. അതൊന്ന് പറയണോ? നിങ്ങളുടെ സെലക്ഷൻ ആവുമ്പോ ഞാനൊന്ന് ചോദിച്ചോട്ടെ? പെണ്ണും ചെറുക്കനും റെഡി. പക്ഷേ മനുവിന്റെ മമ്മിയുടെ ഒരു ആഗ്രഹം ബാലൻസ് നിൽക്കുന്നു. അവനൊരു ഡോക്ടർ ആവുക, അതവരുടെ വലിയ ആഗ്രഹമാണ്. അത് ഈ വർഷം ഓക്കെ, പിന്നെ തീരുമാനിക്കല്ല, അങ്ങ് നടത്താം. എന്താ? ഓക്കെ. ഇനി നീ പഠിച്ചത് മതി മോളെ, ഉറങ്ങാൻ നോക്ക്. ഓ, പപ്പയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. പപ്പയുടെ മോള് മിടുക്കിയാവണ്ടേ? പപ്പയ്ക്കറിയാം പപ്പയുടെ മോള് മിടുക്കിയാണെന്ന്. ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മേരി, ഒരു സ്മോൾ കൂടി ഇന്നിനി മതി ചായ. പ്ലീസ്. ഒരു സ്മോൾ എന്ന് ചോദിച്ചാ ഞാൻ തരില്ല കേട്ടോ. ഓക്കെ. ഹലോ, വെൽക്കം. ഹലോ. ഒരു സ്മോൾ എടുക്കട്ടെ? ഇത് വേണ്ട, വേണ്ട, ഞാൻ കഴിക്കാറില്ല. അങ്ങനെ പറയാതെ വേണ്ട ഒറ്റ ചേട്ടാ. സ്മോള്. അങ്ങനെ പറയരുത്, എനിക്ക് വേണ്ട. ഒഴികെ ഒഴികെ. ഞാൻ ഇതുവരെ കഴിച്ചു. കമ്പനി സേക്കനല്ലേ? ഒന്നും പറയണ്ട മോനെ, ഇതങ്ങോട്ട് കഴിക്കേ. ഞാൻ പറയുന്നത് കേക്ക്. ചിയേഴ്സ്. മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചറിയാനുള്ള ചേട്ടന്റെ വലിയ മനസ്സുണ്ടല്ലോ. യു ആർ റിയലി ഗ്രേറ്റ്. ചേട്ടന്റെ കുടുംബജീവിതം കാണുമ്പോ സത്യത്തിൽ എനിക്ക് കൊതിയാവുന്നു. കുടുംബം മനുഷ്യന്റെ മർമ്മമാണെന്നാണല്ലോ ചേട്ടൻ പറയാറ്. ഷുവർ. മേരിയും ഞാനും രണ്ടല്ല, വി ആർ വൺ. അതുകൊണ്ടാണ് എന്റെ സമ്പാദ്യമെല്ലാം അവർക്ക് ഞാൻ സമർപ്പിക്കുന്നത്.
സീറ്റ്. താങ്ക് യു. ആന്റണി ചേട്ടല്ലേ? പുറത്തു പോയല്ലോ. എന്താ? ഹോട്ടലിലെ ഹാഫ് ഇയർ ക്ലോസിംഗ് അക്കൗണ്ടിൽ ചില മിസ്റ്റേക്സ് ഉണ്ട്. മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളതാ. അറിയില്ല, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. നിങ്ങളും ഒരു പാർട്ട്ണർ ആണല്ലോ. ആ പിന്നെ സ്റ്റെല്ലയ്ക്ക് എങ്ങനെ? അവളുടെ സ്വർഗം മയക്കുമരുന്നാണ്. ഇന്നലെ കൂടി അവളെന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചപ്പോഴും എനിക്ക് തല്ലാനായില്ല. കാരണം ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചുപോയി. എന്റെ സ്റ്റെല്ലേ. നിങ്ങളെ ഭർത്താവായി കിട്ടിയത് സ്റ്റെല്ലയുടെ ഭാഗ്യം. നോ, അവളെ ഭാഗ്യമായി കിട്ടിയത് എന്റെ മഹാഭാഗ്യം എന്ന് പറയും. ആ would you mind a cup of tea? വിത്ത് ഗ്രേറ്റ് പ്ലഷർ. ലക്ഷ്മി, ചായ എടുക്കൂ. താങ്ക് യു. ഡ്രൈവർ, ഇദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തിട്ട് വരൂ. ഓ, ക്ലബ് മീറ്റിംഗില് ഇന്നത്തെ ചേട്ടന്റെ പ്രസംഗം കാലാക്കി. ആ കാര്യം താൻ സമ്മതിച്ചേ? ഓ, സമ്മതിച്ചേ. ഉള്ളവൻ ഇല്ലാത്തവർ നേരെ ഉള്ളഴിഞ്ഞ് ഉദാരത കാട്ടുന്നതിനെ പറ്റി ചേട്ടൻ പ്രസംഗിച്ചപ്പോ സത്യത്തിൽ ഞാൻ കൈ അടിച്ചു പോയി. Really? Of course. വെറും നിധിയാക്കുന്ന ഭൂതത്തെ പോലെയായി ജീവിതം.
എന്റെ പൊന്നെ ആവ്. ഭാസ്കർ, വണ്ടി എടുക്ക്. അയ്യോ എന്തൊരു കുളിര്. ഡിസംബറിലെ തണുപ്പും കടൽക്കാറ്റും പിന്നെ എന്താ കറിയ? ഞാൻ വെറുതെ പറഞ്ഞില്ല, ശരിക്കും കുളിരുന്നു. Really? സ്വന്തമായി സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിട്ടും ഇവിടെ വേണ്ടി വന്നു. ബംഗ്ലാവിലാകാമായിരുന്നു. എന്താ പപ്പ മമ്മിയായിട്ട് പിണങ്ങിയോ? എന്ത് പറ്റി പപ്പ? പറ പപ്പ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. പപ്പ പപ്പ ഇന്ന് വീട്ടിൽ പോയില്ലേ?
പപ്പ? മനസ്സ് നിറയെ സ്നേഹമായിരുന്നു. അതുവഴി നീയിപ്പോ പോയി മോളെ മനസ്സ്. വാങ്ങി കൂട്ടുന്ന സ്വത്തിന് ഇഷ്ടമില്ല മോളെ. സ്നേഹമെന്ന സമ്പത്തില്ലെങ്കിൽ തോമസ് സക്കറിയ. എന്ത്? ആന്റി ചേട്ടൻ മരിച്ചെന്നോ? എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചത് എങ്ങനെയാ മനു? നീയല്ലേ എല്ലാവർക്കും ധൈര്യം പകരേണ്ടത്? നീ ഇങ്ങനെ തളർന്നു നിന്നാൽ എടോ, ജനമൃതിക്കിടയിലെ വെറും ഒരു സഞ്ചാരമാണ് ജീവിതം. ടുഡേ ഈസ് മൈ ടേൺ ആൻഡ് ടുമോറോ ഈസ് യുവർ ടേൺ. സോഫി മോളെ സമാധാനിപ്പിക്കേണ്ടത് മനുവാണ്, അല്ലാതെ മമ്മിയല്ല. മനുവിന്റെ ചുമലൊട്ടിയാണ് അവൾ ആശ്വാസം കൊള്ളേണ്ടത്. ശരിയാണ് കുഞ്ഞെ, നമ്മളിന്ന് ദുഃഖിച്ചിരുന്ന മരിച്ചു പോയവർ തിരിച്ചു വരുമോ? മനു, എന്നെ താൻ പോയി ഇവർക്ക് വേണ്ട ഭക്ഷണം ഏർപ്പാട് ചെയ്യൂ. റോസ്മരി,
എവിടെ പോയിരുന്നു? ഇവളെ നോക്കാൻ ഒരു ജോലി. ഇൻജെക്ട് ചെയ്യാൻ വന്നപ്പോഴാണ് സാർ മാഡം ഉപദ്രവിച്ചത്. ഉം. എന്താ ഒരു ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസോ? യെസ്. എന്നാണ് ഞാനൊരു അമ്മയാകുന്നത്? പിടിപ്പിച്ചാണ്ടല്ലോ നമ്മുടെ ഹാള് നിറയെ തൊട്ടിലുകളായിരിക്കും. അവരെല്ലാം ഞാൻ പൊന്നുപോലെ വളർത്തും. ആ കുഞ്ഞുങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കരഞ്ഞാല് മുലയൂട്ടുന്നതല്ലേ? പോകല്ല. മോടെ പരിഭവത്തിന് നൂറഴക. പോട്ടെ. ബൈ. മോക്ക് എന്താ വേണ്ടത് പറയൂ. കുട്ടനെപ്പോലൊരു മോൻ എനിക്ക് വേണം, ആരോ പാടി ഉറക്കാൻ. മോനും മോളുമായിട്ട് എനിക്ക് നീ മാത്രം മതി. കുട്ടാ, നമുക്ക് ഉറങ്ങണ്ടേ? വാ, ഉറങ്ങാം. വരൂന്നേ. ഭർത്താവിൽ നിന്ന് ഏതൊരു ഭാര്യയും പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തെക്കാളേറെ സുരക്ഷിതത്വമാണ്. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും അതവൾക്ക് കിട്ടിയേ തീരൂ. അത് തരാതെ പിണങ്ങിയാലുണ്ടല്ലോ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ മോളെ, ഞാൻ പിണങ്ങിയതല്ല, ചുമ്മാ ഒരു നമ്പർ ഇട്ടതല്ലേ. നോക്കറിയോ, പിണങ്ങിയുള്ള ഇണക്കം എന്ത് രസമാണെന്നോ. ഡാഡി ഇങ്ങനെ അഡ്വക്കേറ്റിനെ വിളിപ്പിച്ചേ. മോളെ, ഹോട്ടലിന്റെ പാർട്ട്ണർഷിപ്പും ഡാഡിയുടെ മറ്റെല്ലാ സ്വത്തുക്കളും മോളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ രോഗത്തിൽ നിന്നും ഡാഡിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഡാഡി, മോള് വിഷമിക്കരുത്. അതിനു വേണ്ടിയാ കേവലം ഒരു ഹോട്ടൽ മാനേജരെ വിവാഹം ചെയ്യണം എന്ന് നീ വാശി പിടിച്ചപ്പോ എന്റെ പ്രസ്റ്റീജും വിട്ട് ഞാൻ സമ്മതിച്ചത്. എന്റെ മോളുടെ ആഗ്രഹങ്ങൾ ഞാനല്ലാതെ മറ്റാരാണ് സാധിച്ചു തരിക? ഡാഡി ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. ഡാഡിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മോളെ, ഒരിക്കൽ പോലും.
ഞാനിപ്പോ നിങ്ങളുടെ സ്റ്റാഫല്ല, മകളുടെ ഭർത്താവാ. അപ്പോ ചില അവകാശങ്ങളൊക്കെ എനിക്കുണ്ട്. ആരാണെങ്കിലും എന്റെ സ്വത്തിന്മേലുള്ള കൈകടത്തൽ അധികമായാൽ പടിക്ക് പുറത്ത്. സക്കറിയ, നിന്റെ ധനശാസ്ത്രം കൊള്ളാം, തന്ത്രവും. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് ബുദ്ധിയല്ല. വാട്ട് യു മീൻ? എനിക്കും എന്റെ മകൾക്കും സുബോധം നശിച്ചിട്ടില്ല എന്ന്. അവന്റെ കൊണ്ടല്ലേ വായില് സ്വർണ്ണക്കരണ്ടിയുമായി പറഞ്ഞ ഞങ്ങൾ ദൈവങ്ങളാ, ഞങ്ങൾ വിധിക്കും. വയറൊട്ടിയ നീ ഗൗരവം കാണിച്ചാൽ ഞങ്ങൾ തളയ്ക്കും. തലകുരിച്ച് വാലാട്ടിയാൽ അകത്ത്, ഇല്ലെങ്കിൽ പുഴുത്ത പട്ടിയുടെ സ്ഥാനമാണ് നിനക്ക്. മോനറിഞ്ഞോ, ഡാഡി എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് മാറ്റി എഴുതി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, മോൾ എന്തിനാ ഡാഡിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്? എന്നെ കുറിച്ച് ഡാഡി എന്ത് വിചാരിക്കും? ഏയ്, അങ്ങനെയൊന്നുമില്ല. മോനെ കുറിച്ച് ഡാഡി നല്ലതേ വിചാരിച്ചിട്ടുള്ളൂ. ഞാനേ മോക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മോനെ? ഈ മരുന്ന് ദിവസവും കഴിച്ചാൽ മോടെ യൗവനം ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്ത് മരുന്ന് ഇത്? ഇത് ലേഡി സ്പെഷ്യലാ. No, Thomas Zakaria.
ഹലോ 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 ഇത് ഞാനാ. ഞാനേ എത്ര നേരായി ട്രൈ ചെയ്യുമായിരുന്നറിയോ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ. താങ്ക് യു. ഒരു ഭാര്യയുടെ ധർമ്മം സത്യത്തിൽ നിങ്ങളിൽ നിന്നാണ് ഞാൻ അനുഭവിച്ചറിയുന്നത്. സ്റ്റെല്ലയെ കുറിച്ച് പറഞ്ഞാൽ ആദ്യ രാത്രിയിൽ പോലും അവൾ മയക്കുമരുന്ന് കഴിച്ച് മറ്റൊരു ലോകത്തായിരുന്നു. അവളെ ഞാൻ കുറ്റം പറയില്ല. കോളേജിൽ വെച്ച് അവൾ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. റോസ്മേരിക്ക് അറിയോ ഓരോ ദിവസവും അവൾ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന്? ഞാനല്ലാതെ മറ്റൊരു പുരുഷനും സഹിക്കില്ല. അവളുടെ ഡാഡി മരിക്കുമ്പോ എന്റെ ഹൃദയം പോലെ ഞാൻ അവളെ സംരക്ഷിച്ചോളാമെന്ന് അദ്ദേഹത്തെ വാക്കുകൊടുത്തു പോയി. ആ വാഗ്ദാനത്തിന്റെ പേരിലാണ് അവൾ എന്ത് ചെയ്തിട്ടും ഞാൻ അവളെ വെറുക്കാത്തത്. ഇന്നെന്താ എന്നോട് ഇതൊക്കെ പറയാൻ? എന്നെ ഞാൻ നിന്നെ കണ്ടു. റിയലി യു ആർ മൈ ലൈഫ്. എന്റെ റോസ്മേലിയോട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറയട്ടെ. ഇന്ത്യയിലെ മേജർ സിറ്റികളിൽ സക്കറിയാസ് ഗ്രൂപ്പിന്റെ സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടായിരിക്കണം. മദ്രാസിലും ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലും അതിനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റോസ്മേരി അതിന് എന്നെ സഹായിക്കില്ലേ? അങ്ങനെ വ്യവസായ പ്രമുഖരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി. യെസ്, തോമസ് സക്കറിയ. ഏതായി തണ്ടി? എന്റെ മോനാ. റാസ്കൽ. അവന്റെ നോട്ടം കണ്ടില്ലേ? മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. വണ്ടിയെടുക്കണോ? വലിയ മുതലാളി. എന്ന് വെച്ചാ ഒത്തിരി സ്വത്തും പണവുമുള്ള വലിയ ആളാ. അവരൊക്കെ ദൈവത്തെ പോലെയാ. അതേ മോനെ, ദൈവം. പണമാണ് ദൈവം. പണമുള്ളവരെല്ലാം ദൈവങ്ങളാ. പണമാണ് ദൈവം. എനിക്കും പണം വേണം. മനുവിനോട് പറഞ്ഞാലോ? വേണ്ട. ഒരു പക്ഷേ അതൊക്കെ എന്റെ തോന്നലുകളാണെങ്കിൽ
ഒന്നുമില്ല. എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ബൈ. മമ്മിയോട് നമുക്ക് ദേഷ്യമാണോ? 1-2 അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതാ മമ്മി ലേറ്റായത്. ഓഹോ, ഓഹ്, ചില ഓവർ റൈറ്റിംഗ്സ് എന്തൊരു ടെൻഷൻ ഉണ്ടാക്കുന്നേ. ഇപ്പോഴും മമ്മി ആ ടെൻഷനിലാണെന്ന് തോന്നുന്നു. നോ, അത് സോൾവ് ചെയ്ത സംതൃപ്തിയിലാണ് ഞാൻ. റീചെക്കിങ്ങിന് തപ്പയില്ല. ഉണ്ടാവാം, മമ്മിക്ക് നോട്ടപ്പിച്ചിൽ വന്നാൽ നമ്മൾ തെരുവിൽ നിൽക്കേണ്ടി വരും. ബി കെയർഫുൾ. ഗുഡ് നൈറ്റ്. എന്റെ ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ കൃപ കാട്ടണമേ. പാപചിന്തയിൽ നിന്നും എന്റെ മമ്മിയെ രക്ഷിക്കണമേ. എന്തോ സോഫിയമോളെ നേരിടാൻ എനിക്കാവുന്നില്ല. നീ സോഫിമോടെ അമ്മയാണ്. പക്ഷേ നീ എന്നും എന്റേതാണ്. സോഫി ഇങ്ങനെ ചിന്തിച്ചിരുന്നോണ്ട് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ എന്ത് വേണമെന്ന് പറയൂ മനു. തോമസ് സക്രേക്ക് ഈ ഫാമിലിയുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചറിയാനുള്ള ധൈര്യം നീ കാണിച്ചാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പറയൂ സോഫി, എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? അവരെത്തി. ഇറ്റ്സ് ടേണിംഗ് പോയിന്റ്.
പ്രസക്തമായ ചോദ്യം. എല്ലാവരും ഹാളിലെത്തിയല്ലോ. അതാണ് തോമസ് സക്കറിയ. ഞങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞില്ല. വളച്ചു കെട്ടാതെ കാര്യം പറയണം മിസ്റ്റർ. അത് ചോദിക്കാൻ നീ ആരാ? എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. ഓഹോ, ആകാൻ പോകുന്ന ആളാണ്. അത്രയല്ലേ ഉള്ളൂ? ഇതെന്റെ ഭാര്യയാണ്. മമ്മി, എന്റെ ഭാര്യ, 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 എന്റെ ഭാര്യ. ജീവിക്കാൻ കഴിയാത്ത നിങ്ങൾ ഒരു സ്ത്രീയാണോ? ഞാനെന്നൊരു മകളുണ്ടെന്ന കാര്യം മറന്നുവല്ലേ? സ്നേഹിച്ച പുരുഷനെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിൽ ആജീവനാന്തം അവിവാഹിതരായി കഴിയുന്ന സ്ത്രീകളുമുണ്ട് മമ്മി ഈ നാട്ടിൽ. ഒരു ദിവസത്തെ ദാമ്പത്യത്തിന് ശേഷം ഭർത്തൃവിയോഗം സംഭവിച്ച സ്ത്രീകളും മാനത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ശാപമാണ്. നിങ്ങൾ സ്ത്രീയല്ല, യക്ഷിയാണ്, യക്ഷി. അല്ലെങ്കിൽ ഇതുപോലെ കുട്ടിക്ക് മരിക്കും. ഭർത്തൃവിയോഗം സംഭവിച്ച സ്ത്രീകളും മാനത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ സ്ത്രീയല്ല, യക്ഷിയാണ്, യക്ഷി. ഞാനെന്നൊരു മകളുണ്ടെന്ന കാര്യം മറന്നുവല്ലേ? യെസ്, തോമസ് സക്കറിയ. സുപ്രീം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചെക്കിന്റെ കാര്യം
സോറി സാർ, 2 ദിവസത്തിനകം ക്യാഷ് എത്തിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബ്ലാങ്ക് ചെക്കിൽ നിന്റെ ഒരു ഒപ്പ് വേണം. എന്തിന്? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം. കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ 5 ലക്ഷം രൂപ വാങ്ങിയത്? പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക വീണ്ടും ആവശ്യപ്പെട്ട? പണത്തിന്റെ ആവശ്യം എനിക്കാണ്, അത് നിനക്ക് മനസ്സിലാവില്ല. അതിന് എന്റെ അക്കൗണ്ടിൽ അത്രയും വലിയൊരു തുകയില്ല. വേണ്ട, മോടെ അക്കൗണ്ടിൽ പണം ഉണ്ടാവുമല്ലോ. എന്താ പേടിക്കണ്ട, പുറത്തു പോകുന്നുണ്ടോ? വെറുതെ ബഹളം വെക്കണ്ട. പുറത്തു പോകാനാ പറഞ്ഞത്. അയ്യോ, വെറുതെ ബഹളം വെക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്കും നിന്റെ അമ്മയ്ക്കും നല്ലത്. നിങ്ങളൊരു ദുഷ്ടനാ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണം? ഈ ചെക്കിൽ ഈ ചെക്കില് ഒരു ഒപ്പ് വേണം. തരാൻ മനസ്സില്ലെങ്കിലോ? അയ്യോ, വേണം. ഒപ്പിടും, ഒപ്പിടുമോളെ. ഞാൻ ഇടില്ല. നീ ഒപ്പിടും. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇതില് ഒരു ഒപ്പ് വേണം. ഇല്ലെങ്കിൽ വേണം. ഓ. താങ്ക് യു മോളെ. വരട്ടെ. ഞങ്ങളൊരു കരുണ കാട്ടണമേ. ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങി. അത് നാളെ ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അയാളുമായി ഏറ്റുമുട്ടിയതുകൊണ്ടൊന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല സോഫി.
പണം മാത്രമാണ് അയാളുടെ ലക്ഷ്യമെന്ന് നിന്റെ മമ്മിക്ക് മനസ്സിലാവണം. എന്നാലേ മമ്മി അയാളെ വെറുക്കൂ. മമ്മിയുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മമ്മിയാണല്ലോ ഈ വിനകളൊക്കെ വരുത്തി വെച്ചത്. പ്രശ്നങ്ങൾ ആരുണ്ടാക്കിയാലും അത് പരിഹരിക്കേണ്ടത് നമ്മളാണ്. വയ്യ മനു, വയ്യ. പഴയതുപോലെ മമ്മിയെ കാണാൻ എനിക്കാവില്ല. നിന്റെ ഈ സ്നേഹനിഷേധമായിരിക്കാം ഒരു പക്ഷെ വീണ്ടും അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. ഒരു തെറ്റിന്റെ പേരിൽ നീ മമ്മിയെ വെറുത്താൽ തെറ്റുകൾ തന്നെ ഉണ്ടാക്കി അവർ ജീവിതം വഷളാക്കും. ഒപ്പം നിന്റെ ഭാവി. സ്നേഹം കൊണ്ട് മമ്മിയെ ട്രീറ്റ് ചെയ്യും. എന്തോ എനിക്ക് പേടിയാവുന്നു. ആ സംഭവം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഈ നിലയിൽ മനകൂടി പോയാൽ സോഫി, ഇടറുന്ന നെഞ്ചിലെ നേര് കിട്ടും, കരയുന്ന കുട്ടിക്ക് പാല് കിട്ടും. കേട്ടിട്ടില്ലേ? ശ്രമിച്ചു നോക്ക്. താൻ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ലടോ. ധൈര്യമായിരിക്കെ. കമോൺ. മതി. എനിക്ക് വേണ്ടി ഇതും കൂടി. ചെയ്തു എനിക്ക് മരിക്കണം. ഒരു കുഞ്ഞാലി, ഒരു വീശിനുണ്ടടേ. കുളത്തിലോ അതോ ആറ്റിലോ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നീന്തി കയറണമെങ്കിൽ നിന്റെ കശേരുവിന് നല്ല ബലം വേണം. ഒന്ന് വീശി നോക്കാം. പോടാ. സ്റ്റാൻഡ് വിട്ടേക്കാം. മമ്മി വണ്ടി കയറുന്നുണ്ടോ? ഇല്ല, എനിക്ക് മരിക്കണം. വിടുമോളെ, പോയി മരിക്കട്ടെ. നിന്റെ സ്വന്തം മമ്മിയാണെങ്കിൽ നടി റോഡിൽ ഈ നേരത്ത് നിന്നെ ഉപേക്ഷിച്ച് അണവിടെ ചലിക്കില്ല. പിന്നെയല്ലേ മരിക്കുന്നത്. ഞാൻ പാവയാണ്. പാപത്തിന്റെ പ്രായശ്ചിത്തം മരണമല്ല, അത് ആവർത്തിക്കാതിരിക്കലാണ്. മോളുടെ പേരെന്താ? സോഫി. മോളുടെ പപ്പ? കരയരുത്. ദുഃഖം സ്വകാര്യ സ്വത്താണ്, അത് അന്യർക്ക് ചെയ്യാൻ കൊടുക്കരുത്. കരയരുത്. കമ്മ. മമ്മിക്കൊന്നും സംഭവിക്കില്ല മോളെ. സൂക്ഷിച്ച്. വിഷമിക്കണം മോളെ. എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ സോഫി പോയി നഷ്ടപ്പെടരുത്. മമ്മിക്കൊന്നും ആവില്ല മോളെ. മമ്മി ഉറങ്ങുന്നു കണ്ടില്ലേ? വരട്ടെ മോളെ. See you. Good night. Andy.
ഓക്കെ മോളെ. എനിക്ക് ആന്റി ഒരുപാട് ഇഷ്ടായി. എനിക്ക് മോളെ. ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നേ? സോഫിയെ കണ്ട നിമിഷം മുതൽ എന്റെ ജീവിതത്തിന് എന്തോ ഒരർത്ഥം വന്നതുപോലെ, എനിക്കൊരു മോളെ കിട്ടിയതുപോലെ. ഏതൊരു പെണ്ണിന്റെയും ന്യായമായ മോഹമാണ് സുമംഗലിയായി ഒരമ്മയാവുക. എനിക്കതെന്നും വെറും മോഹമാണ്. വെറുതെയാണെന്ന് അറിഞ്ഞിട്ടും വെറുതെ മോഹിക്കാനൊരു മോഹം. ആന്റി എന്താ വിവാഹം വേണ്ടെന്ന് വെച്ചേ? ഒരു പെണ്ണിന് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടപ്പോ മരിക്കാനാണ് തോന്നിയത്. എന്റെ കുഞ്ഞെനിക്കത്തെ കൂടി തകർന്നപ്പോ നിങ്ങളെ നശിപ്പിച്ചവനെ. ആന്റി, നൊമ്പരങ്ങളാണ് എന്റെ ജീവിതം. അതിൽ സന്തോഷത്തിന്റെ പൊട്ടുകൾ വീണത് സോഫിയെ കണ്ടതിന് ശേഷമാണ്. നീ എന്റെ മോളാവുമോ? ഒരു നിമിഷത്തേക്ക് മതി. ഒരു ജന്മം അനുഭവിക്കേണ്ട സുഖം ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ അനുഭവിക്കട്ടെ. നീ എന്റെ മോളാവില്ലേ? ഒരു മാത്രം നേരത്തേക്ക് മാത്രം. കൊതിച്ചു ഞാൻ കണ്ടവയൊക്കെയും പാഴ്ക്കിനാവായിരുന്നു.
വെട്ടം തൂകുകില്ലേ പാടാൻ കൊതിച്ചു ഞാൻ പാടിയതൊക്കെ പാഴ്ശ്രുതിയായിരുന്നു കാണാൻ കൊതിച്ചു ഞാൻ കണ്ടവയൊക്കെ പാഴ്ക്കിനാടായിരുന്നു ജീവനിൽ പാടാൻ കൊതിച്ചു ഞാൻ പാടിയതൊക്കെ പാഴ്ശ്രുതിയായിരുന്നു കാണാൻ കൊതിച്ചു ഞാൻ കണ്ടവയൊക്കെയും പാഴ്ക്കിനാടായിരുന്നു ജീവനിൽ. സ്വപ്നം കൊണ്ട് പേടിച്ചു പോയോ? സാരമില്ല, ഒന്ന് ഉറങ്ങിക്കോ. അവഗണനയുടെ മുറിവേറ്റ മനസ്സിൽ സ്പർശവുമായി വന്നതിന് മാലാതെ പാപം ചെയ്യരുതായിരുന്നു. നിന്നോടെങ്കിലും പടിക്ക് പുറത്താണ് എന്റെ സ്ഥാനമെന്ന് കൽപ്പിച്ച നിന്റെ പപ്പയുടെ മുഖത്തും ആ വെറുപ്പും വേട്ടക്കാരന്റെ മനസ്സ് ഞാൻ കണ്ടു. അയാളായിരിക്കും. മൃഗമാണ് ഞങ്ങളുടെ ജീവിതം സ്പോയില് ചെയ്യുന്നത്. നിങ്ങളുടെ മാത്രമല്ല, പലരുടെയും. എക്സ്ക്യൂസ് മീ, എനിക്ക് മനസ്സിലായില്ല.
എനിക്ക് മനസ്സിലായി. സ്റ്റാർ ഹോട്ടൽ ഉടമ മിസ്റ്റർ തോമസ് സക്കറിയ. യെസ്. ഇവിടെ ഒഫീഷ്യൽ ടൂറിന് വന്നപ്പോ സോഫി മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. സോഫിയുമായി? വ്യക്തിബന്ധങ്ങളെ ചെകഞ്ഞുള്ള അന്വേഷണം മാന്യന്മാർക്ക് ചേർന്നതല്ല. ഓ സോറി. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഡെയ്സി ജോൺ. അടുത്തറിയണമെങ്കിൽ താങ്ക് യു. ഓക്കെ, സി യു. വിട്ടു മോളെ. You are selected. താങ്ക് യു സർ. But one thing, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആവുമ്പോ ഈ ശരീര സൗന്ദര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. സർ, ആ പിന്നെ മിസ് ഡേസി ജോൺ വളരെ മോഡേൺ ആയിരിക്കണം. റാണി. യെസ് സർ. മിസ് ഡേസിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് കൊടുക്കൂ. യെസ് സർ. ഓക്കെ. വരൂ. വരൂ. റിസപ്ഷനിസ്റ്റ് ആവുമ്പോ ഈ ശരീര സൗന്ദര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. സർ, ആ പിന്നെ മിസ് ഡേസി ജോൺ വളരെ മോഡേൺ ആയിരിക്കണം. റാണി. യെസ് സർ. മിസ് ഡേസിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് കൊടുക്കൂ. യെസ് സർ. ഓക്കെ. വരൂ. വരൂ. ഇവിടെ നിന്ന് ഡ്രസ് മാറ്റിക്കോളൂ. Please wait. ഇരിക്കുന്നു. ഇന്റർവ്യൂവിന് ചേച്ചിക്ക് കൂട്ടുവന്നാണല്ലേ? മോളെപ്പറ്റി ചേച്ചി പറഞ്ഞു. ചേച്ചി തനിച്ചു വിടാൻ അപ്പച്ചന് പേടി. പിന്നെ ട്രെയിൻ ടിക്കറ്റും അക്കോമഡേഷനും ഫ്രീ ആയതുകൊണ്ട് വിഷമിക്കേണ്ടി വന്നില്ല സർ. മിടുക്കി.
മേ ഐ കം ഇൻ? യെസ്, വെൽക്കം. വരൂ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. നിങ്ങൾ ഇന്നൊരു ഗസ്റ്റാണ്. നമുക്ക് അല്പം മദ്യപിക്കാം. ഓ ഷുവർ. ലെറ്റ്സ് സ്റ്റാർട്ട്. പെണ്ണിനെ ഉണർത്താതിരിക്കുക. മനസ്സിലായില്ലേ? 4 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ എന്ന പദത്തിന് വ്യഭിചാരി എന്ന അർത്ഥം കണ്ടെത്തി നിങ്ങൾ എന്റെ കന്യകത്വം മറ്റൊരുത്തിന് വിറ്റിട്ട് എനിക്ക് കൂട്ടിനായി വന്ന എന്റെ കുഞ്ഞിരജത്തിയെ കാമവലിക്ക് ഇരയാക്കി കൊന്നു. Don't want your declaration. No, still I want. നിങ്ങളോട് കണക്ക് തീർക്കാതെ ഡെയ്സി ജോൺ മരിക്കില്ല. എടീ, ഒരു സാധാരണ വേശ്യയായ നിന്റെ കണക്ക് തീർക്കാൻ ഒരു നിമിഷം മതി തോമസ് സക്കറിയയ്ക്ക്. മനസ്സിലായോ? മറിച്ച് അതെനിക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് മറ്റു ചില കണക്കുകൾ തീർക്കാനുണ്ട്. ചാലഞ്ച്. ചാലഞ്ച്. ഇതിലെനിക്ക് നിന്റെ 1-2 ഒപ്പുകൾ വേണം. സാധ്യമല്ല. സാധ്യമല്ലേ? സാധ്യമല്ല. ഒപ്പിട്. ഞാൻ ഒപ്പിടില്ല. എന്നെ തമ്മിൽ തൊട്ടു പോകരുത്. ഓ, അത് ശരി. സ്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്റെ മമ്മിയെ തല്ലിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഓ, ഐ സീ. സർവ്വ സ്വത്തുക്കളും ഇപ്പോൾ എന്റെ പേരിലാണ്. ഇനി ആരുടെ ഒപ്പാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു കയ്യൊപ്പ് കൊണ്ട് എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലെത്തുക സമ്മതിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒപ്പുവെക്കാതെ നിങ്ങളെ വിടാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള് വെറുതെ പറഞ്ഞതാ. ഇപ്പോഴും
സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിൽ തന്നെയാ. അമ്മയുടെ മോളുടെ വേഷം എന്റെ അടുത്ത് വേണ്ട. കളിക്കാതെ ഒപ്പിടേ. എന്റെ പേരിലുള്ള സ്വത്തുക്കൾ മമ്മിയുടെ ഒപ്പുകൊണ്ട് നേടാമെങ്കിൽ നടക്കട്ടെ നിങ്ങളുടെ പരാക്രമം. നടക്കട്ടെ. അപ്പോ സ്വത്ത് ആരുടെ പേരിലാണെന്ന സത്യം നിങ്ങൾ പറയില്ല. എന്റെ പേരില, എന്റെ പേരില, എന്റെ പേരിലാണ്. അല്ല, എന്റെ പേരില, എന്റെ പേരിലാണ്, എന്റെ പേരില, എന്റെ പേരില, എന്റെ പേരിലാണെന്ന്. എന്റെ പേരില. എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം. മമ്മി, എന്റെ പേരില, എന്റെ പേരില, എന്റെ പേരിലാണ്. അല്ല, എന്റെ പേരില, എന്റെ പേരിലാണ്, എന്റെ പേരില, എന്റെ പേരില, എന്റെ പേരിലാണെന്ന്. എന്റെ പേരില. എന്റെ ഭർത്താവ് പോയി മാനവും ധനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പാടില്ല. ദൈവത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും സോഫി മോളെ ഞാൻ കൊടുക്കില്ല. വ്യവസായ പ്രമുഖരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി. തോമസ് സക്കറിയ, വേണ്ട മോളെ, ഒരുത്തിനകത്ത് വിടേണ്ട സോഫി കുഞ്ഞിന്റെ ഓർഡർ. ഹലോ, ആന്റി അല്ലേ? എന്ത് പറ്റി? അവരെല്ലാം കൊല്ലാൻ കാണിക്കോര. മനസ്സിനെ സോഫി കുഞ്ഞിനെ കൊച്ചനെ അവർ കൊണ്ടുപോയി. എന്താ വേഗം കയറി.
അമ്മയും മോളും എന്നെ അമ്മാനമാടാവെന്ന് കരുതിയല്ലേ? അതേടി, ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് ഉദിച്ചുയർന്നു വന്നവനാ ഞാൻ. ചതിച്ചും കൊന്നും ദുഷ്ടൻ. അതെ, കുപ്പയെന്നും തെണ്ടിയെന്നും വിളിച്ച് തെരുവ് പറ്റി കണക്കെ എന്നെ തൂത്തെറിഞ്ഞവരൊക്കെ ഞാൻ ചതിച്ചു വന്നിട്ടുണ്ട്. എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് നിനക്കറിയില്ല. വലിയ പണക്കാരൊക്കെ ദൈവങ്ങളാ മോനെന്ന്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. എനിക്കും ദൈവമാകണമടി. പോരാ, ദൈവങ്ങളുടെ ദൈവം. ഒപ്പിട്, ഒപ്പിട്, ഒപ്പിട. ഓഹോ മോളെ, നീ പറഞ്ഞാല് നിന്റെ അമ്മ ഒപ്പുവെക്കൂ. പറ മോളെ. അതെടി, എല്ലാവരും എന്നെ പുഴുത്ത പട്ട് കണക്കെ ആട്ടി ഓടിച്ചപ്പോ ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ എന്നെ ക്രൂരനാക്കി. ഇങ്ങനെ ആ വണ്ടിയാ. എന്താണ് ഇതിൽ കൊണ്ടുവന്ന സ്ത്രീകളോടെ ചെത്തി കൊള്ളാം. മിസ്റ്റർ, നിങ്ങൾ ഒരുമാതിരി ഉരുണ്ട് കളിച്ചാൽ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നിന്ന് കളിക്കാം. ഇതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. മാന്യമായ തല്ല് രണ്ടിനും തരണം. കാര്യം വരണമെങ്കിൽ രണ്ട് കൊടുകുഞ്ഞേ. ചെത്തി കൊള്ളാം. ജാക്കി സ്റ്റൈലാണല്ലോ പയ്യൻസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതിന്റെ പിന്നിൽ നിങ്ങളുണ്ടല്ലേ? ഇപ്പൊ മുന്നിൽ തന്നെയാ. മിസ്റ്റർ, എന്റെ സോഫിക്ക് ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സോറി മാൻ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഓടിച്ചിരുന്ന വണ്ടി തട്ടി ഒരാൾ മരിച്ചു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോ ഞാൻ അവളെ രക്ഷപ്പെട്ടു. എനിക്ക് വിവരം പോലീസിൽ അറിയിക്കണം. അങ്ങനെ വരുന്ന വഴിക്ക് ലക്കിന് കിട്ടിയത് ഈ വണ്ടി. മനസ്സിലായി? എവിടെ എങ്കിലും ആ സ്പോട്ടിലേക്ക് വണ്ടി വിട. നൈസ് മാൻ. സർ, എന്റെ സോഫി ഞങ്ങളെ സഹായിക്കണം സർ. സഹായിക്കണം സാർ. ഓക്കെ, ഗെറ്റ് ഇൻ. പറയടി ഒപ്പിടാൻ. നീ പറയില്ലേ? പറയടി. വേണ്ട, ഞാൻ ഒപ്പിട്ട് തരാം. എന്റെ മോളൊന്നും ചെയ്യരുത്. ഒപ്പിട്ട് തരാം. താങ്ക് യു. രണ്ടുപേരെയും വിട്ടേക്കൂ. അമ്മയും മോളും സന്തോഷമായിട്ട് പോയിക്കോട്ടെ. മോളെ